നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഞ്ചായത്ത് രാജ്, അധികാര വികേന്ദ്രീകരണം. നമ്മുടെ SCERT പുതിയ SCERT ഒരു ചാപ്റ്ററിൽ ഈ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 73 അമെൻമെൻറ്റ്, 74 അമെൻമെൻറ്റ്, പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് ബൽവന്തറായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, ഇവരുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്, ഡിഫറൻസ് എവിടേക്കാണ് വരുന്നത്, അതുപോലെ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്, ഇന്ത്യയിൽ എന്ന് വന്നു, കേരളത്തിൽ എന്ന് വന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകൾ എന്തൊക്കെയാണ്, അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഇതുമായിട്ട് ഗ്രാമസഭയായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, പഞ്ചായത്തുകളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, അത് ഡയറക്റ്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും അല്ലാണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകളിലൊക്കെ വന്നിട്ടുള്ള പല കോൺസെപ്റ്റും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡ് എക്സാമിനാണെങ്കിലും CPOയ്ക്ക് ആണെങ്കിലും ASMനാണെങ്കിലും ഒക്കെ ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന്. മസ്റ്റായിട്ടൊരു ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് അറിയുന്നവർ ഒന്ന് ഓടിച്ച് കണ്ട് നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയിട്ട് കണ്ടൊന്ന് റിവൈസ് ചെയ്യാം. ഈ ഒരു പുതിയ SCERT ചാപ്റ്റർ നിങ്ങൾ നോക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് റിവൈസ് ചെയ്ത്, നിങ്ങൾ നേരത്തെ പഠിച്ചതാണെങ്കിൽ പോലും ഏതെങ്കിലും 1-2 പോയിൻറ്റ് ഇതിൽ പുതിയതായിട്ടോ എക്സ്ട്രാ ആയിട്ടോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മിസ്സാവണ്ടല്ലോ. ഓക്കെ, അല്ലാത്തവർ പഠിക്കാത്തവർ ഇപ്പോൾ ഈ ക്ലാസ് കേട്ട് എൻ്റെ കൂടെ ഇരുന്ന് ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, പഠിച്ചുറപ്പിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 അധികാരം ജനങ്ങളിലേക്ക്, ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഞാൻ ഈ പോയിൻറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. ഈ സെയിം ചാപ്റ്ററിൽ നിന്ന് ഗ്രാമസഭ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കാണണം. ആ ഗ്രാമസഭയിലെ പോയിൻറ്റ്സും ഈ ക്ലാസ്സും കൂടെ കംപ്ലീറ്റ്, രണ്ടും കൂടെ ആകുമ്പോഴാണ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകുക കേട്ടോ. അപ്പോൾ അധികാര വികേന്ദ്രീകരണം എന്താണ് എന്നറിയണേക്കാൾ മുന്നേ എന്താണ് അധികാര കേന്ദ്രീകരണം അഥവാ സെൻട്രലൈസേഷൻ എന്താണ്? ആ പേര് തന്നെയുണ്ട്, അധികാരം കേന്ദ്രീകരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ, അതായത് ഭരണകാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, അതിന് നടപടികൾ എടുക്കുന്നതൊക്കെ ഒരു സ്ഥലത്താകുമ്പോൾ, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മാത്രമാണ് ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതെന്ന് വന്നാൽ അത് അധികാര കേന്ദ്രീകരണമാണ്. ഇപ്പോൾ വികേന്ദ്രീകരണം എന്താ? നേരെ ഓപ്പോസിറ്റ്, അവിടുന്ന് താഴെ തട്ടിലേക്ക് അധികാരം ഇങ്ങനെ കൈമാറുക എന്നുള്ളതാണ് അധികാര വികേന്ദ്രീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, ഇങ്ങനെ അധികാര വികേന്ദ്രീകരണം നടത്തിയാലുള്ള പ്രയോജനം എന്താണ്? എന്താണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഏറ്റവും താഴേക്കിടയിൽ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് കേന്ദ്രത്തിലിരിക്കുന്ന രംഗത്തിരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം കുറച്ച് ആളുകളെ ഒരു പർട്ടിക്കുലർ ഭരണ സംവിധാനത്തിന് കീഴിലാക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കുറേ കൂടി മനസ്സിലാക്കാനായിട്ട് ആ ഭരണ സംവിധാനത്തിന് സാധിക്കും അല്ലേ. അപ്പോൾ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ കേന്ദ്രഭരണം, അതുപോലെ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന ഭരണം, അതുപോലെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വന്നപ്പോൾ ഗ്രാമീണ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഓരോ വാർഡുകളായിട്ട് തിരിച്ച് ആ വാർഡിന് വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് തലത്തിൽ, ബ്ലോക്ക് തലത്തിൽ, ജില്ലാ തലത്തിലൊക്കെ അധികാരം വന്നപ്പോൾ കുറേ കൂടെ എന്തായി, ആളുകൾക്ക് കുറച്ചും കൂടെ ആ ഭരണ രംഗത്തേക്ക് ആളുകൾക്കൊക്കെ ഇൻവോൾവ് ചെയ്യാനും ഓരോ പ്രശ്നങ്ങളൊക്കെ പറയാനും ഒക്കെ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ പ്രയോജനങ്ങൾ? ഒന്ന്, പ്രാദേശിക വികസനം, ഒരു പ്രദേശത്തിൻ്റെ വികസനം കുറേ കൂടെ സാധ്യമാക്കുക ഈ അധികാര വികേന്ദ്രീകരണത്തിലൂടെയാണ്. 2, പൊതുജന പങ്കാളിത്തവും അധികാരവും ഒക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. പൊതുജനങ്ങൾക്ക് കുറേ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരുടെ തൊട്ട് മുകളിൽ അവർക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് എത്തിക്കാനും അവർക്ക് ആ അധികാരമൊക്കെ അവരിലേക്ക് എത്താനും ഒക്കെ അത് സാധിക്കും. 3ാമത്തത്, വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാം. എന്തൊക്കെ മേഖലയിലാണ് വികസനം വേണ്ടത്? അപ്പോൾ ആദ്യം കുടിവെള്ളക്ഷാമമാണോ പരിഹരിക്കേണ്ടത്, അല്ലെങ്കിൽ റോഡിൻ്റെ പ്രശ്നം, എന്താണോ വികസന ആവശ്യങ്ങൾ അതിനൊക്കെ മുൻഗണന നിശ്ചയിക്കാം. 4ാമത്തത്, സ്ത്രീകൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷി, ഭരണപരിചയം ഇതൊക്കെ കിട്ടും അല്ലേ. കുറേ കൂടെ സ്ത്രീകൾക്ക് ഭരണരംഗത്തേക്ക് കടന്നു വരാനും അതുപോലെ അവരുടെ ഒരു നേതൃശേഷിയും അവർക്ക് ഭരണപരിചയമൊക്കെ കിട്ടാനും ഒക്കെ ആയിട്ട് സ്ത്രീകൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവർക്കും ഒക്കെ അതിനൊക്കെ പോസിബിലിറ്റി കിട്ടുകയാണ് ഈ അധികാര വികേന്ദ്രീകരണത്തിലൂടെ. അപ്പോൾ 4 പോയിൻറ്റ്സാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 1, പ്രാദേശിക വികസനം. 2ാമത്തത് എന്താണ്? പൊതുജന പങ്കാളിത്തവും അധികാരവും കുറച്ചും കൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാം. സ്ത്രീകൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷി, ഭരണപരിചയം. ഓക്കെ, ഇനി ഈ ഒരു പഞ്ചായത്ത് രാജ് കോൺസെപ്റ്റ് പണ്ട് തൊട്ടേ, അതായത് ഈ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കോൺസെപ്റ്റ് പുരാതന കാലം തൊട്ടേ ഉണ്ടായിരുന്നു. ഗ്രാമീണ ഭരണവ്യവസ്ഥ പണ്ടേ ഉണ്ടായിരുന്നു. ഗ്രാമത്തിൽ ഒരു ഭരണവ്യവസ്ഥ എന്ന രീതിയിൽ പഞ്ചായത്ത് എന്നൊരു കോൺസെപ്റ്റ് പണ്ടേ ഉണ്ടായിരുന്നു. എന്താണ് പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട്? ആ വാക്കിൻ്റെ മീനിങ് എന്താണ്? ആയത്, ഇത് രണ്ടും ചേർന്നതാണ് പഞ്ചായത്ത്. പഞ്ച എന്ന് പറഞ്ഞാൽ 5 എന്നാണ്, ആയത് എന്ന് പറഞ്ഞാൽ യോഗം അഥവാ സമ്മേളനം.
അപ്പോൾ 5 പ്ലസ് സമ്മേളനം, അങ്ങനെയാണ് പഞ്ചായത്ത് എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഓരോ 5 വർഷം കൂടുമ്പോഴും പഞ്ചായത്തിൻ്റെ ഭരണം മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്ത് എന്നുള്ള പേരിൻ്റെ അർത്ഥം 5 ആയത്, അതായത് 5 പ്ലസ് യോഗം അഥവാ സമ്മേളനമാണ്. ഓക്കെ, 1882 ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ലോർഡ് റിപ്പൺ പ്രഭുവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നത്. ആരാണ്? ലോർഡ് റിപ്പൺ. അപ്പോൾ 1882 നമ്മുടെ നാട്ടിലെ ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഒരു പരിഷ്കാരം കൊണ്ടുവന്ന വൈസ്രോയി ആരാണ്? ലോർഡ് റിപ്പൺ ആണ്. അപ്പോൾ ലോർഡ് റിപ്പൺ ആണ് എന്തറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നറിയപ്പെടുന്നത്. അതായത് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ്, തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ലോർഡ് റിപ്പണെയാണ്. തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് ആരാണ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലോർഡ് റിപ്പൺ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭുവാണ്. ഓക്കെ, ഈ 1882 റിപ്പൺ പ്രഭു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിഷ്കാരം വരുത്തുക കൂടാതെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നപ്പോൾ കുറച്ചും കൂടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കിട്ടി. അവരുടെ അധികാരം കൂടുതലായി, അതുപോലെ അത് പുനഃസംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ 1882 ലോർഡ് റിപ്പൺ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിഷ്കാരം കൊണ്ടുവരുന്നു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആ അധികാരം കൂടുന്നു, അത് പുനഃസംഘടിപ്പിക്കുന്നു. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് ഈ പഞ്ചായത്തുകളുടെ രൂപീകരണം പറഞ്ഞിട്ടുള്ളതെന്നറിയോ? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 40 പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 40 ആണ് ഈ പഞ്ചായത്തുകളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഫോർമേഷൻ ആർട്ടിക്കിൾ 40 ആണ്. അത് ഏത് പാർട്ടിലായിട്ട് വരും? ആർട്ടിക്കിൾ 40 ആർട്ടിക്കിൾ 40 പാർട്ട് 4 DPSPയിൽ വരും. നിർദ്ദേശക തത്വങ്ങളിലാണ്, മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ആർട്ടിക്കിൾ 40 ആണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ പറ്റി പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, പഠിച്ചു വെച്ചോണം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്ത് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? ലോർഡ് റിപ്പൺ. എന്നാണ് അദ്ദേഹം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണപരിഷ്കാരം കൊണ്ടുവന്നത്? ആദ്യമായിട്ട് 1882 പിന്നെ ഏത് ആക്ട് പ്രകാരമാണ് അതിന് കുറച്ചും കൂടെ അധികാരം വർദ്ധിപ്പിക്കുകയും പുനഃസംഘടിപ്പിക്കുകയും ചെയ്തത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഓക്കെ, ഇനി പഞ്ചായത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പഞ്ച പ്ലസ് ആയുധം എന്നാണ്. ആയുധം എന്ന് വെച്ചാൽ യോഗം എന്നാണ്, പഞ്ച എന്ന് വെച്ചാൽ 5 എന്നാണ്. ഗ്രാമീണ ഭരണ വ്യവസ്ഥയിൽ പണ്ട് തൊട്ടേ ഈ ഒരു പഞ്ചായത്ത് ഉണ്ടായിരുന്നു. ഗ്രാമജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങൾ എന്ന് വിളിക്കുന്നത് പഞ്ചായത്തിനെയാണ്. എന്താണ് ഗ്രാമജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പഞ്ചായത്താണ് ഗ്രാമജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങൾ എന്ന് വിളിക്കുന്നത് പഞ്ചായത്തിനെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് പാർട്ടിൽ ഏത് ആർട്ടിക്കിളിലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണം പറയുന്നത്? പാർട്ട് 4 DPSP ആർട്ടിക്കിൾ 40 ആണ്. ക്ലിയർ ആയല്ലോ. ഇനി പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 കമ്മിറ്റികളുടെ പേരാണ്. ഒന്ന് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, 2 അശോക് മേത്ത കമ്മിറ്റി. ഇവർ മെയിൻ 2 കമ്മിറ്റീസാണ് ഈ പഞ്ചായത്ത് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ആദ്യം വരുന്നത് 1957 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വരുന്നത്. 1978 അശോക മേത്ത കമ്മിറ്റി വരുന്നത്. ഓക്കെ, ഒരു 20 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അല്ലേ, 19 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്, അല്ല 21 വർഷത്തെ ഗ്യാപ്പ് അല്ലേ. 57 കഴിഞ്ഞിട്ട് 78 വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957, പിന്നെ 78 അശോക് മേത്ത കമ്മിറ്റി. ഓക്കെ, പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ബൽവന്ത് റായ് മേത്ത. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ലോർഡ് റിപ്പൺ ആണ്. പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ബൽവന്ത് റായ് മേത്തയാണ്. രണ്ടും കൂടെ മാറിപ്പോകരുത്, കാരണം ചിലപ്പോൾ ഓപ്ഷനിൽ രണ്ടും ഉണ്ടാകും, കൺഫ്യൂഷൻ ആവരുത്. തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് ആ ഒരു കോൺസെപ്റ്റ് ആദ്യം വരുന്ന ലോർഡ് റിപ്പണിൻ്റെ ടൈമിലാണല്ലോ, അത് 1888 വന്നതാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് ലോർഡ് റിപ്പൺ ആണ്. കുറച്ചും കൂടെ അകത്തേക്ക് വരുമ്പോൾ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. ഓക്കെ, ഇനി ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് എന്നറിയോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് കോൺസെപ്റ്റ് നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. ഓക്കെ, ഫസ്റ്റ് വന്നത് രാജസ്ഥാൻ, പഞ്ചായത്ത് രാജ് രാജസ്ഥാൻ, കണക്ട് ചെയ്യുക, രാജ് രാജസ്ഥാനിലാണ് വന്നത്. എന്ന് വന്നു? 1959 ഒക്ടോബർ മാസം 2-ാം തീയതി, ഒരു ഗാന്ധി ജയന്തിക്കൽ 1959 രാജസ്ഥാനിൽ എവിടെ? നാഗൂർ ഡിസ്ട്രിക്റ്റിലാണ്. ജവഹർലാൽ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1959 രാജസ്ഥാനിൽ നാഗൂർ ഡിസ്ട്രിക്റ്റിലാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആര് ഉദ്ഘാടനം ചെയ്തു? ജവഹർലാൽ നെഹ്റു. എന്ന് ഉദ്ഘാടനം ചെയ്തു? 1959 ഒക്ടോബർ മാസം 2-ാം തീയതി. 1959 ഒക്ടോബർ 2-ാം തീയതിയാണ്. എവിടെ? രാജസ്ഥാനിലെ സ്ഥലം ഏതാണ്? നാഗൂർ ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ, അതും പ്രീവിയസ് ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 1959 മറ്റ് 3 സംസ്ഥാനങ്ങളിലൂടെ പഞ്ചായത്ത് രാജ് വന്നു. ഏതൊക്കെയാണ്? നമ്മുടെ നിയർ ബൈ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ദെൻ വെസ്റ്റ് ബംഗാൾ.
അപ്പോൾ നമ്മുടെ 2 അയൽ സംസ്ഥാനങ്ങളിൽ വന്നൂലേ 1959 ഏതൊക്കെയാണ്? ആന്ധ്രയിലും തമിഴ്നാട്ടിലും വന്നു. വെച്ചുള്ള 2 വന്നില്ല, കേരള കർണാടക എന്ന് വന്നില്ല. ബട്ട് സൗത്ത് ഇന്ത്യയിലെ മറ്റ് 2 സ്റ്റേറ്റ്സിൽ വന്നു, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ദെൻ വെസ്റ്റ് ബംഗാളിലും വന്നു. ഓക്കെ, ഈ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ഈ 2 കമ്മിറ്റീസ് മെയിൻ കമ്മിറ്റീസാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. ഇനിയും മറ്റ് ചില കമ്മിറ്റീസും കൂടെ ഈ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റീസിൻ്റെ പേരാണ് കെ സന്താനം കമ്മിറ്റി. 1963 വന്നു സന്താനം കമ്മിറ്റി. ഇതിന് നമ്മുടെ അശോക് മേത്തയ്ക്ക് ഇടയിൽ മുന്നേ വന്നതാണ് 63 സന്താനം കമ്മിറ്റി. ദെൻ ജി വി കെ റാവു കമ്മിറ്റി 85 വന്നു, 85 ജി വി കെ റാവു കമ്മിറ്റി. ദെൻ 86 എൽ എം സിംഗ്വി കമ്മിറ്റി, 86 എൽ എം സിംഗ്വി കമ്മിറ്റി. 88 പി കെ തുങ്കോൺ കമ്മിറ്റി. ഓക്കെ, അപ്പോൾ സിംഗ്വി വന്നത്, സിംഗ്വിയാണ് തുങ്കോണാണ് ആദ്യം വന്നത്, കൺഫ്യൂഷൻ വന്നതെന്ന് ഓർത്താൽ മതി. സിംഗ്വിയുടെ ഫസ്റ്റ് ലെറ്റർ എസ് അല്ലേ, തുങ്കോണിൻ്റെ ടി അല്ലേ, എസ് കഴിഞ്ഞിട്ട് ടി വരത്തുള്ളൂ. അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് സിംഗ്വിയാണ്, അത് 1986 തുങ്കോൺ വന്നിട്ടുള്ളത് 1988 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ദെൻ ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്, അത് 88. ഓക്കെ, അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, 1963 സന്താനം കമ്മിറ്റി, അത് കഴിഞ്ഞിട്ട് ജി വി കെ റാവു കമ്മിറ്റി 1985, 86 എൽ എം സിംഗ്വി കമ്മിറ്റി, 88 തുങ്കോൺ കമ്മിറ്റി, ഗാഡ്ഗിൽ കമ്മിറ്റി. ഇത്രയും കമ്മിറ്റീസ് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റീസാണ്. ഓക്കെ, ഇപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റീസിൽ ഉൾപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാലോ. ഇനി പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഗ്രാമസഭയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഗ്രാമസഭയാണ്. ഓക്കെ, ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ് ത്രിതലം? ഒന്ന് ഗ്രാമപഞ്ചായത്ത്, പിന്നെ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മൂന്നാമത്തതാണ് ജില്ലാ പഞ്ചായത്ത് അഥവാ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അല്ലെ. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, താഴെ ഗ്രാമപഞ്ചായത്ത്, അതിന് മേലെ ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ഒരു ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ 3 തലത്തിലാണ് പഞ്ചായത്ത് ഉള്ളത്. ഇതിലെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ. ഗ്രാമസഭയുടെ കൺവീനർ എന്ന് പറയുന്നത് വാർഡ് മെമ്പർ. കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രാമസഭയുടെ ക്ലാസ് തന്നിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാമസഭയുടെ കൺവീനർ എന്ന് പറയുന്നത് വാർഡ് മെമ്പറാണ്. അദ്ദേഹമാണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത്. ഗ്രാമസഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റാണ്. മാറിപ്പോകരുത്. ഓക്കെ, എത്ര നാൾ കൂടുമ്പോഴാണ് ഗ്രാമസഭ കൂടാൻ പറഞ്ഞിരിക്കുന്നത്? ഓരോ 3 വർഷത്തിലൊരിക്കലുമാണ് ഗ്രാമസഭ കൂടാൻ പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയാണ് അതിലെ മെമ്പേഴ്സ്? ആ ഗ്രാമത്തിലെ, ആ വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. ഓക്കെ, ഇനി ഈ പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞ ടേം, ആ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഏപ്രിൽ 24 ഈ ഡേറ്റിനാണ് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത്. അതുകൊണ്ട് ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ഡേ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഏതാണ് പഞ്ചായത്ത് രാജ് ഡേ? ഏപ്രിൽ മാസം 24 തീയതിയാണ്. PV നരസിംഹറാവു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് പഞ്ചായത്ത് രാജ് നിലവിൽ വരുന്നത്. ഓക്കെ, നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത്, നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏപ്രിൽ മാസം 24 തീയതി നിലവിൽ വന്നതുകൊണ്ട് ഈ പഞ്ചായത്ത് രാജ് ഡേ ആയിട്ട് ആചരിക്കുന്ന ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ 24. ഓക്കെ, ഇനി നഗരങ്ങളിലുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഗ്രാമങ്ങളിലെ പോലെ തന്നെ നഗരങ്ങളിലും ഉണ്ട്. നഗരങ്ങളിലേത് മുനിസിപ്പൽ കോർപ്പറേഷനും മുനിസിപ്പൽ കൗൺസിലുമാണ് കേട്ടോ. 2 മുനിസിപ്പൽ കോർപ്പറേഷനും മുനിസിപ്പൽ കൗൺസിലുമാണ് നഗരത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. നമ്മൾ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞ പോലെ നഗരങ്ങളിലുള്ളത് മുനിസിപ്പൽ കോർപ്പറേഷനും മുനിസിപ്പൽ കൗൺസിലുമാണ്. എത്രയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാലാവധി? 5 വർഷമാണ്. ഓക്കെ, ആരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷന് മേൽനോട്ടം വഹിക്കുന്നതെന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷനാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നമ്മുടെ സംസ്ഥാന ഇലക്ഷന് മേൽനോട്ടം കേന്ദ്രത്തിലെ നമ്മുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ്റെ മേൽനോട്ടം ആർക്കാണ്? നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് ആരാണ്? ബൽവന്ത് റായ് മേത്ത. 2 മെയിൻ കമ്മിറ്റീസ് ഏതൊക്കെയാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. ഇയർ ഓർമ്മയുണ്ടോ? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 അശോക് മേത്ത 1978 ആണ്. ഓക്കെ, ഇനി പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ആദ്യത്തെ സ്റ്റേറ്റ് രാജസ്ഥാനാണ്. ഏത് ജില്ലയാണ്? നാഗൂർ ജില്ലയാണ്. ആര് ഉദ്ഘാടനം ചെയ്തു? നെഹ്റു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് രാജ് എന്ന ടേം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ്. ഇനി നമ്മുടെ രാജസ്ഥാൻ കഴിഞ്ഞാൽ പിന്നെ എവിടേക്കാണ് വന്നത്? 3 ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ആൻഡ് വെസ്റ്റ് ബംഗാൾ. പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കമ്മിറ്റീസ്: സന്താനം കമ്മിറ്റി 63, ജി വി കെ റാവു കമ്മിറ്റി 85, LSMB കമ്മിറ്റി 86, PK തുങ്കോൺ കമ്മിറ്റി ആൻഡ് ഗാഡ്ഗിൽ കമ്മിറ്റി 1988. ഓക്കെ, പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് വിളിക്കുന്നത് ഗ്രാമസഭയാണ്. ഗ്രാമസഭ വിളിച്ചു കൂടുന്നത് വാർഡ് മെമ്പറാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് നമുക്കുള്ളത്.
പിന്നെ പഞ്ചായത്ത് രാജ് ഡേ എന്ന് പറഞ്ഞത് ഏപ്രിൽ 24 PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് പഞ്ചായത്ത് രാജ് നിലവിൽ വരുന്നത്. നഗരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത് മുനിസിപ്പൽ കോർപ്പറേഷനും മുനിസിപ്പൽ കൗൺസിലുമാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാലാവധി 5 വർഷമാണ്. അവിടത്തേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. ഗ്രാമസഭയുടെ ക്ലാസ് ഇട്ടപ്പോൾ ഗ്രാമസഭയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഏത് ആർട്ടിക്കിൾ? 243 ഒക്കെയും ഈ പഞ്ചായത്ത് രാജുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിളാണ് 243. അതിൽ 243A ഗ്രാമസഭയെ പറ്റിയിട്ട് പറയുന്നു. 243Bയും ഇതൊക്കെ തന്നെ കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞു. 243Bയിൽ പറയുന്നുണ്ട് ഗ്രാമസഭയിലെ അംഗങ്ങൾ അവിടുത്തെ രജിസ്റ്റേർഡ് വോട്ടേഴ്സ് എന്നുള്ള കാര്യമൊക്കെ 243Bയിൽ പറയുന്നുണ്ട്. ഗ്രാമസഭയുടെ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ 243, 243A ഓർത്തോളണം. ഇനി ഈ ഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഇനി ഈ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിലോട്ടാണ് നമ്മൾ വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനും നമ്മളെ കൺഫ്യൂഷൻ ആക്കാനും സാധ്യതയുള്ള ഏരിയയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ. ഓരോ കമ്മിറ്റീസിൻ്റെയും റെക്കമെൻഡേഷൻസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ കമ്മിറ്റി എന്ന് പറഞ്ഞ ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. 1957 ബൽവന്ത് റായ് മേത്ത വന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം. ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ആക്ച്വലി ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അത് ശരിയാണ്. ഇനി തിരിച്ച് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ദ്വിതല 2 ടയർ ദ്വിതല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം തന്നെയാണ് ഇവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ആ 3 തല ഇവർ പറഞ്ഞത്? ഗ്രാമപഞ്ചായത്ത് ഏറ്റവും താഴത്തെ തലം, അത് നമുക്കിപ്പോഴും അങ്ങനെ തന്നെയാണ്, ഗ്രാമപഞ്ചായത്താണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ബ്ലോക്ക് പഞ്ചായത്തല്ല, അദ്ദേഹം പറഞ്ഞത് പഞ്ചായത്ത് സമിതി എന്നുള്ളതാണ് അടുത്ത ലെവലിൽ പറഞ്ഞത്, പഞ്ചായത്ത് സമിതി. ഓക്കെ, പിന്നെ മൂന്നാമത്തത് അദ്ദേഹം പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് അല്ല, അതിന് പകരം പറഞ്ഞത് ജില്ലാ പരിഷത്ത് എന്നാണ്. ഈ 3 ടേംസാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയിലുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ റെക്കമെൻഡേഷനിൽ പറയുന്നത്. ഏതാണ്? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ഓക്കെ, ഇത് 3ആണ് പറഞ്ഞത്. എന്നാൽ നമുക്കിവിടെ കമ്പയർ ചെയ്യാം. രണ്ടാമത് നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റിയാണ്. 78 അശോക് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ ഇവിടുന്ന് മെയിൻ ഒരു ഡിഫറൻസ് അദ്ദേഹം പറഞ്ഞത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ് പറഞ്ഞത്, ദ്വിതലയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ചോദിക്കും. അശോക് മേത്ത ത്രിതല പഞ്ചായത്താണ് റെക്കമെൻഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ അല്ല, അത് റെക്കമെൻഡ് ചെയ്തത് ബൽവന്ത് റായ് മേത്തയാണ്. അശോക് മേത്ത ദ്വിതല പഞ്ചായത്ത് സംവിധാനത്തിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ് ദ്വിതലം എന്ന് പറഞ്ഞത്? അദ്ദേഹത്തിന് ദ്വിതലത്തിൽ ആദ്യത്തത് മണ്ഡൽ പരിഷത്താണ് ആദ്യം മണ്ഡൽ പഞ്ചായത്ത് കേട്ടോ, മണ്ഡൽ പഞ്ചായത്താണ്. അവിടെ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ടേം അല്ല പറഞ്ഞ്, മണ്ഡൽ പഞ്ചായത്തും പിന്നെ അടുത്തത് ജില്ലാ പരിഷത്തും. ഓക്കെ, അപ്പോൾ 1 പറഞ്ഞില്ല, 2, 3 എന്നുള്ള രീതിയിൽ അല്ലേ. ഗ്രാമപഞ്ചായത്ത് ഇല്ല, മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തും ഒരു 2 ടയറാണ് പറഞ്ഞത്. ഇവിടെ ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ഇവിടെ മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിന് പകരം മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞത് ആരാണ്? അശോക് മേത്തയാണ്. അതുപോലെ ജില്ലാ പരിഷത്ത് 2 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് സമിതിയും ഇവിടെ വന്നപ്പോൾ ഇവിടെ അതിന് പകരം ഒറ്റയ്ക്ക് മണ്ഡൽ പഞ്ചായത്ത് എന്നൊരു വാക്കാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ത്രിതലമാണ്, ഇത് ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പറഞ്ഞത് ആസൂത്രണ വികസന പ്രവർത്തനങ്ങളൊക്കെ അതിനൊക്കെയുള്ള അധികാരം ആർക്കായിരിക്കണം? മെയിനായിട്ടുള്ള ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതിക്കാണെന്നാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയിൽ പറഞ്ഞത്, പഞ്ചായത്ത് സമിതികൾക്ക്. ഓക്കെ, മേൽനോട്ടവും സംഘാടനവും ഒക്കെ ജില്ലാ പരിഷത്തിനും. ഒന്ന് മേൽനോട്ടം നടത്തുന്നതും അതിൻ്റെ സംഘാടനവും ഒക്കെ ജില്ലാ പരിഷത്തിനും, ആസൂത്രണ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത് പഞ്ചായത്ത് സമിതി എന്നാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പറഞ്ഞത്. അശോക് മേത്ത കമ്മിറ്റിയിൽ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജില്ലാ പരിഷത്തിനാണ് ജില്ലാതല ആസൂത്രണങ്ങളുടെ ചുമതല കൊടുത്തത്. ജില്ലാതലത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ ആസൂത്രണം ജില്ലാ പരിഷത്ത് നോക്കട്ടെ, ഗ്രാമതലത്തിലുള്ള ഗ്രാമങ്ങളുടെ ചുമതല ആര് നോക്കട്ടെ? മണ്ഡൽ പഞ്ചായത്ത് നോക്കട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രാമങ്ങളുടെ ചുമതല, ഗ്രാമങ്ങളുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം ചുമതല മണ്ഡൽ പഞ്ചായത്തിനും ജില്ലാ പരിഷത്തിനും ജില്ലകളുടെ ആസൂത്രണവും ചുമതലയൊക്കെ ജില്ലാ പരിഷത്തിനും. ഓക്കെ, ബൽവന്ത് റായ് മേത്ത എന്ത് പറഞ്ഞു? ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി ആൻഡ് ജില്ലാ പരിഷത്ത്. അതിൽ കാര്യങ്ങളുടെ ആസൂത്രണവും വികസനവും ഒക്കെ പഞ്ചായത്ത് സമിതി നടത്തട്ടെ, അതിനുള്ള മേൽനോട്ടവും ചുമതലയും ഒക്കെ ആർക്ക്? ജില്ലാ പരിഷത്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനറലി.
ഒരുമിച്ചാണ് പറഞ്ഞേ. ഇവിടെ അദ്ദേഹം സെപ്പറേറ്റ് ചെയ്ത് അശോക മേത്ത പറഞ്ഞു ജില്ലാ തലത്തിലുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കട്ടെ, മണ്ഡൽ പരിഷത്ത് നോക്കട്ടെ, ഗ്രാമതലത്തിലുള്ള കാര്യങ്ങൾ ജില്ലാ തലത്തിലുള്ള ജില്ലാ പരിഷത്ത് നോക്കട്ടെ, ജില്ല ഗ്രാമതലത്തിലുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കട്ടെ, മണ്ഡല പഞ്ചായത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഗ്രാമപഞ്ചായത്തുകളുടെ ഇലക്ഷൻ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് ആകട്ടെ, ഡയറക്റ്റ് ഇലക്ഷൻ ആകട്ടെ എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റെക്കമെൻഡേഷനിൽ പറയുന്നു. എന്നാൽ ഇവിടെ അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞത് പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതയെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞത്. അടുത്ത പോയിന്റിൽ ഓർക്കേണ്ടത് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാ സാധുത അദ്ദേഹം പറഞ്ഞു. അതായത് ഇപ്പം ഇദ്ദേഹം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ പഞ്ചായത്ത് രാജിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു സാധുത, ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു സാധുത ആര് റെക്കമെൻഡ് ചെയ്തു? ഇവർ റെക്കമെൻഡ് ചെയ്തു, അശോക് മേത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ സംവരണം അശോക് മേത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SC ST സംവരണം അശോക് മേത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൽവന്ത് റായ് മേത്തയാണെങ്കിൽ പറഞ്ഞത് ഗ്രാമപഞ്ചായത്തിന് ഡയറക്റ്റ് ഇലക്ഷനും ബാക്കി രണ്ടിടത്തേക്ക് ഇൻഡയറക്റ്റ് ഇലക്ഷനും അല്ലെ, പരോക്ഷ തെരഞ്ഞെടുപ്പുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇൻഡയറക്റ്റ് ഇലക്ഷനും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഞാൻ ഒന്നുകൂടെ പറയാം ഡിഫറൻസ്. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ നിങ്ങളോട് തന്നെ ചോദിക്കുക, ത്രിതല പഞ്ചായത്ത് സംവിധാനം പറഞ്ഞത് ആരാ ഇതിനകത്ത്? ത്രിതലം ആരാണ്? ബൽവന്ത് റായ് മേത്ത. ദ്വിതലം നമ്മുടെ അശോക് മേത്ത. ആരാണ് പറഞ്ഞത്? ഗ്രാമപഞ്ചായത്തിൻ്റെ ഇലക്ഷൻ ഡയറക്റ്റ് ഇലക്ഷനും മറ്റ് രണ്ടും ഇൻഡയറക്റ്റ് ഇലക്ഷനാണോ എന്ന് പറഞ്ഞത് ബൽവന്ത് റായ് മേത്തയാണ് പറഞ്ഞത്. SC STക്കാർക്ക് സംവരണം വേണമെന്ന് പറഞ്ഞത് ആരാണ്? അശോക് മേത്തയാണ് പറഞ്ഞത്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത വേണമെന്ന് ആര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്? അശോക് മേത്ത. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊരു എക്സാമിന് ചോദിച്ച് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത വേണമെന്ന് അശോക് മേത്ത പറഞ്ഞു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് യെസ് അശോക് മേത്ത റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ മണ്ഡൽ പരിഷത്ത് ഗ്രാമങ്ങളുടെയും ജില്ലാ പരിഷത്ത് ജില്ലയുടെയും ചുമതലയാണെങ്കിൽ ഇവിടെ ആസൂത്രണ വികസനത്തിൻ്റെയൊക്കെ ചുമതല ആർക്ക് കൊടുക്കുകയാണ്? പഞ്ചായത്ത് സമിതിക്കും പിന്നെ ഇതിൻ്റെയൊക്കെ മേൽനോട്ടം ജില്ലാ പരിഷത്തിനുമാണ് കൊടുത്തത്. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? ഇനി ബൽവന്ത് റായ് മേത്ത പറഞ്ഞത് ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ ജില്ലാ കളക്ടർ ആയിരിക്കും എന്ന് പറഞ്ഞു. ബൽവന്ത് റായ് മേത്തയിൽ പറഞ്ഞു ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ ആരാണ്? ജില്ലാ കളക്ടർ ആയിരിക്കും എന്ന് പറഞ്ഞു. ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ ജില്ലാ കളക്ടർ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഭാവിയിൽ അധികാര വികേന്ദ്രീകരണം കൂടുതൽ സാധ്യമാകാൻ കഴിയുന്ന തരത്തിൽ ഈ സംവിധാനം വികസിപ്പിക്കണമെന്നും പറഞ്ഞു ബൽവന്ത് റായ് മേത്ത. ഭാവിയിൽ അധികാര വികേന്ദ്രീകരണം കൂടുതലാകാൻ തരത്തിൽ ഇതിനെ വികസിപ്പിക്കണമെന്നും പറഞ്ഞു. എന്നാൽ അശോക് മേത്ത പറഞ്ഞൊരു കാര്യം, പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന ഇലക്ഷനിലൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം വേണം. പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒഫീഷ്യലായിട്ട് തന്നെയുള്ള ഔദ്യോഗിക പങ്കാളിത്തം, രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം വേണം എന്ന റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന അശോക് മേത്ത കമ്മിറ്റിയാണ്. അതുപോലെ സംസ്ഥാനത്തെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സ്റ്റേറ്റ്, അദ്ദേഹവുമായിട്ട് ആലോചിച്ചിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞേ? സംസ്ഥാനത്തെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറുമായിട്ട് ആലോചിച്ചുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ, ആ ഉദ്യോഗസ്ഥൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ആലോചിച്ചുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ വേണം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഇലക്ഷൻ നടത്താനെന്ന് ആര് പറഞ്ഞു? അശോക് മേത്ത പറഞ്ഞു. അതുപോലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിന് സംസ്ഥാന മന്ത്രിസഭയിൽ ഇതിന് വേണ്ടിയിട്ടൊരു മന്ത്രിനെ, അല്ലേ, ഇപ്പം നമുക്കൊരു മന്ത്രിയുണ്ട് ലോക്കൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മന്ത്രിനെ വേണമെന്നുള്ള റെക്കമെൻഡേഷനും ആരാ കൊടുത്തത്? അശോക് മേത്ത കമ്മിറ്റിയാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് പറയാൻ പറ്റും? ബൽവന്ത് റായ് മേത്ത, അശോക് മേത്തയിൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ത്രിതല പഞ്ചായത്ത് സംവിധാനം പറയുന്നു. ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തും അവിടുത്തെ ഇലക്ഷൻ ഡയറക്റ്റ് ഇലക്ഷൻ ആയിരിക്കണം, ബാക്കി രണ്ട് ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരിക്കണം. പിന്നെ ആസൂത്രണവും വികസനവും ഒക്കെ നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് സമിതിയാണെങ്കിൽ മേൽനോട്ടവും ചുമതലയൊക്കെ ആർക്കാണ്? ജില്ലാ പരിഷത്തിനാണ്. ജില്ലാ പരിഷത്തിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ജില്ലാ പരിഷത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞത് ആരാണ്? ചെയർമാൻ എന്ന് പറഞ്ഞത് ജില്ലാ കളക്ടറാണ്. നിങ്ങൾ അറിഞ്ഞോ റീസെൻ്റ്ലി ചെയർമാൻ ഇനി ഉപയോഗിക്കാൻ പാടില്ല, ചെയർപേഴ്സൺ എന്നുള്ളത് മാറ്റിയിട്ടുണ്ടെന്ന്? ഓക്കെ, അതങ്ങനെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഭരണരംഗത്ത് ചെയർമാൻ എന്നുള്ള ടേം ഇല്ല, ചെയർപേഴ്സണാണ്. അപ്പോൾ ഇവിടെ ഈ റെക്കമെൻഡേഷനിൽ അദ്ദേഹം പറഞ്ഞത് ജില്ലാ പരിഷത്തിൻ്റെ ചെയർമാൻ സ്ഥാനം ജില്ലാ കളക്ടർക്കായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ അശോക് മേത്ത ദ്വിതല സംവിധാനമാണ് പറഞ്ഞത്. അവിടെ മണ്ഡൽ പഞ്ചായത്തും അതുപോലെ തന്നെ ജില്ലാ പരിഷത്തുമാണ്. ജില്ലാ പരിഷത്ത് ജില്ലയുടെ കാര്യങ്ങളൊക്കെ നോക്കാനും മണ്ഡൽ പരിഷത്ത് ഗ്രാമങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ എടുത്ത് പറയേണ്ട കാര്യമാണ് പഞ്ചായത്ത് രാജിന് ഈ ഭരണഘടനാ സാധുത ഇദ്ദേഹം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഇലക്ഷൻ ആണെങ്കിലും ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ആലോചിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായിരിക്കണം ഇവിടുത്തെ ഇലക്ഷൻ നടത്തേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കാളിത്തം ഇതിൽ വേണമെന്ന് പറഞ്ഞു.
അതുപോലെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി, ഈ ഒരു വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടൊരു മന്ത്രി വേണമെന്നൊക്കെ പറഞ്ഞത് അശോക മേത്തയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, ഭരണഘടനാ സാധു ഇല്ലായിരുന്നു. അശോക മേത്ത ഇങ്ങനെ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തുങ്കോൺ കമ്മിറ്റി, സിംഗ്വി കമ്മിറ്റി ഒക്കെ ഇതേ കാര്യം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ സാധുത, ഭരണഘടനാപരമായിട്ടുള്ള ഒരു അംഗീകാരം കൊടുക്കണമെന്നുള്ളത് എല്ലാം സിംഗ്വി കമ്മിറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുങ്കോൺ കമ്മിറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ ഭരണഘടനാ സാധുത കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ തീരുമാനിക്കാനായിട്ട് കാരണമായത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ അധികാര വികേന്ദ്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഈ കമ്മിറ്റീസിൻ്റെ എല്ലാം റെക്കമെൻഡേഷൻസ് കഴിഞ്ഞപ്പോഴാണ് രാജ്യവ്യാപകമായിട്ട് ഇങ്ങനെ നടപ്പിലാക്കാനായിട്ട് ഇവരുടെ എല്ലാവരുടെയും റെക്കമെൻഡേഷൻസ് കൊടുത്തപ്പോൾ ഈ റെക്കമെൻഡേഷൻസ് മൊത്തം ഇങ്ങനെ രാജ്യവ്യാപകമായിട്ട് നടക്കുന്നതിൽ കാലതാമസം വരികയാണ്. ഓക്കെ, അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു ശാക്തീകരണത്തിനും അവരുടെ ഒരു ഏകീകൃത ഘടനയ്ക്കുമായിട്ട് എന്ത് ചെയ്തു, ഇവരെ ഭരണഘടനാ സാധുത കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം ഈ കമ്മിറ്റീസ് കുറേ റെക്കമെൻഡേഷൻസ് കൊടുത്തപ്പോൾ ഇത് രാജ്യത്തിൽ എല്ലായിടത്തും ഒരുമിച്ച് ഈ പറഞ്ഞ റെക്കമെൻഡേഷൻസ് എല്ലാം നടപ്പിലാക്കുക എന്ന് പറഞ്ഞത് അത്ര ഈസി അല്ല. ഇവർ ഓരോ കമ്മിറ്റീസും അവരുടെ റെക്കമെൻഡേഷൻ കൊടുത്തപ്പോൾ രാജ്യവ്യാപകമായിട്ട് അത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന് സമയമെടുക്കും, കാലതാമസമൊക്കെ വരും. അപ്പോൾ ഒരു ഭരണഘടനാ അംഗീകാരം കൊടുത്തിട്ട് ഒറ്റയ്ക്ക് ഇന്ത്യയിൽ ഒറ്റയടിക്ക് നടപ്പിലാക്കാനായിട്ട് കുറച്ചും കൂടെ സ്പീഡിയായിട്ട് നടക്കാം. അപ്പോൾ അതിന് ഭരണഘടനാ സാധുത കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതുപോലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണം വേണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടെ ഒരു പവർ വേണമെങ്കിൽ ഭരണഘടനാ സാധുത വേണം, ഒരു ഏകീകൃത ഘടന വേണം അല്ലേ. അപ്പോൾ ഒരു ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും ഒരു തടസ്സം വന്നപ്പോൾ അത് ഭരണഘടനാ തലത്തിൽ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു, ഭരണഘടനാ സാധുത കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ 1900 ഇമ്പോർട്ടൻ്റ് ആണ് ഇയർ, 1992 73-ാം ഭേദഗതിയും 74-ാം ഭേദഗതിയും സെയിം ഇയറിലെ 2 അമെൻമെൻറ്റ് കൊണ്ടുവരണം. 73-ഉം 74-ഉം ഭരണഘടനാ ഭേദഗതിയിലൂടെ, 73-ാം ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജും 74-ാം ഭേദഗതിയിലൂടെ എന്താണ് നഗരപാലിക, ഈ 2 നിയമവും കൊണ്ടുവന്നു. പഞ്ചായത്ത് രാജ് ആക്റ്റും ഇത് 74-ലൂടെ നഗരപാലിക നിയമവും കൊണ്ടുവരികയാണ്. നഗരപാലിക എന്നാണ് വർഷം 1992 ആണ്. അമെൻമെൻറ്റ് ഏതൊക്കെയാണ്? പഞ്ചായത്ത് രാജ് 73 അമെൻമെൻറ്റും നഗരപാലിക 74 അമെൻമെൻറ്റുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 73 അമെൻമെൻറ്റും 74 അമെൻമെൻറ്റും എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. 73 അമെൻമെൻറ്റിൽ ആ ഭേദഗതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഭരണഘടനാപരമായിട്ട് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നത് നമുക്കറിയണം അല്ലേ. അപ്പോൾ 73 അമെൻമെൻറ്റിൽ ഗ്രാമസഭകളുടെ രൂപീകരണം പറഞ്ഞു. ഗ്രാമസഭകളുടെ രൂപീകരണം ഏത് അമെൻമെൻറ്റിലാണ് പറഞ്ഞത്? 73 അമെൻമെൻറ്റിലാണെങ്കിൽ ഇവിടെ അതിന് ഇക്വലൻ്റ് ആയിട്ട് നഗരങ്ങളിൽ വാർഡ് സഭകളുടെ രൂപീകരണം ആര് പറഞ്ഞു? 74 അമെൻമെൻറ്റ് വാർഡ് സഭകളുടെ രൂപീകരണം പറഞ്ഞു. ഇനി 73 അമെൻമെൻറ്റിൽ SC/STക്ക് സംവരണം കൊടുക്കണമെന്ന് പറയണു പഞ്ചായത്ത് രാജ് ആക്ടിൽ. അത് ഇവിടെയും പറയുന്നുണ്ട്, SC/ST സംവരണം. അത് ഏത് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്? അശോക മേത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിരുന്നു. ആ റെക്കമെൻഡേഷൻ ഇവിടെ വന്നു. SC/ST അവർക്ക് അശോക മേത്ത മാത്രമല്ലായിട്ട് ബാക്കി കമ്മിറ്റീസ് റെക്കമെൻഡേഷൻസിലും ഇത് പറയുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇത് രണ്ടുമാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു SCRT ചാപ്റ്ററിൽ. ഓക്കെ, പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ ഞാൻ വേറൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ആ ക്ലാസ്സിൽ ഞാൻ ഓരോ കമ്മിറ്റീസിൻ്റെയും ഫുൾ റെക്കമെൻഡേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ദേവസ്വം ബോർഡ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവർ നമ്മുടെ ചാനലിൽ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 2 പ്ലേലിസ്റ്റ് ഉണ്ട്. ഒരു പ്ലേലിസ്റ്റിൽ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യങ്ങൾ മൊത്തം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഉണ്ട്. വേറൊരു പ്ലേലിസ്റ്റിൽ ദേവസ്വം ബോർഡിലെ GK ടോപ്പിക്സിൻ്റെ എല്ലാം ക്ലാസ്സുകൾ വെച്ചിട്ട് ആണ് അടുത്ത പ്ലേലിസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ 2 പ്ലേലിസ്റ്റ് ഉണ്ട് ദേവസ്വം ബോർഡിൽ നിന്ന് വേണ്ടി, നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ CPO എന്നുകൊണ്ട് നമുക്കൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലും ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിറയെ, ഏത് ടോപ്പിക്ക് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിൽ ഒത്രയും ക്ലാസ്സുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അല്ലാണ്ട് തന്നെ നമുക്ക് സബ്ജക്റ്റ് വൈസ് പ്ലേലിസ്റ്റ് എല്ലാം കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ആ പ്ലേലിസ്റ്റ് കയറിയാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഓരോ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ SCRT ചാപ്റ്ററിൽ ഇത് രണ്ടുമാണ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മുടെ അശോക മേത്തയും ബലവന്തരയും കമ്മിറ്റിയും. ഓക്കെ അല്ലേ. ഇനി ഗ്രാമസഭയെ പറ്റിയിട്ട് 73 പറയുമ്പോൾ വാർഡ് സഭയെ പറ്റി 74 പറഞ്ഞു. 2 കൂട്ടരും SC/ST സംവരണം പറയുന്നുണ്ട്. ഇനി ഭരണ കാലാവധി എത്ര വർഷം? പഞ്ചായത്തുകൾക്ക് 5 വർഷത്തെ കാലാവധിയാണ്. അതുപോലെ ഇവിടെയും നഗരപാലിക വെച്ചിട്ട് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റിക്കൊക്കെ 5 വർഷത്തെ ഭരണകാലാവധി ഈ 2 അമെൻമെൻറ്റിലും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി വനിതാ സംവരണത്തെ പറ്റിയിട്ടോ, ഈ അമെൻമെൻറ്റിൽ വനിതകൾക്ക് സംവരണം കൊടുക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 73-ലും 74-ലും എന്തുണ്ട്? വനിതാ സംവരണത്തെ പറ്റി പറയുന്നുണ്ട്. ഇനി ഇലക്ഷൻ്റെ ചുമതല ആർക്കാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ്റെ ചുമതല ആർക്കാണെന്നാണ് പറഞ്ഞത്? നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് അല്ലേ. അത് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ഇലക്ഷൻ 2 പേരല്ല, 2 അമെൻമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് എന്താണ്
ഇലക്ഷൻ്റെ ചുമതലയുള്ളത്. സ്റ്റേറ്റ് ഇലക്ഷൻ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ്റെ ചുമതലയുള്ളത്. അതുപോലെ 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, ഓരോ 5 വർഷം കൂടുമ്പോഴും ഒരു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വേണമെന്നുള്ള രീതിയിലുള്ള റെക്കമെൻഡേഷൻ വന്നിട്ട് അത് ഇവിടെ ഈ 2 അമെൻമെൻറ്റിലും അതും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഫിനാൻസ് കമ്മീഷൻ 5 വർഷം കൂടുമ്പോൾ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ മാറി മാറി വരുന്നുണ്ട് അല്ലേ. പിന്നെ പറഞ്ഞിട്ടുള്ളത് ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. അപ്പം ഒരാൾ ത്രിതല പറഞ്ഞു, ഒരാൾ ദ്വിതല പറഞ്ഞു, അങ്ങനെ മറ്റ് പല കമ്മിറ്റീസ് ഓരോന്ന് പറഞ്ഞപ്പോൾ ഫൈനലി ഈ അമെൻമെൻറ്റിൽ ഏത് സ്വീകരിക്കുന്നു? ത്രിതല പഞ്ചായത്ത് സംവിധാനം രണ്ടിടത്തും അല്ലേ, രണ്ടിടത്തും ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ഗ്രാമങ്ങളിലുള്ളത്. നമ്മുടെ 73 അമെൻമെൻറ്റിൽ പ്രകാരം ത്രിതല പഞ്ചായത്ത് സംവിധാനം നമുക്കുള്ളത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. എന്നാൽ നഗരങ്ങളിലാവട്ടെ 2 തരം നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും. ആ ടേം നഗർ പഞ്ചായത്ത് അവിടെ 2 തരത്തിലാണ് ഉള്ളത്, നഗർ പഞ്ചായത്തും പിന്നെ മുനിസിപ്പൽ കൗൺസിലും. നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് 2 തരത്തിലാണ് ഉള്ളത്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് നഗരപഞ്ചായത്ത് കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ ഇതിന് പകരം മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമാണ് കേട്ടോ. നമുക്കുള്ളത് മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷനാണ്. ഓക്കെ, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ 2 തരത്തിലുള്ള കോർപ്പറേഷനും ഉണ്ട്. 2 തരത്തിലാണ് നഗരപാലിക, നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 2 ടൈപ്പാണ്. അതിൻ്റെ പേര് ഇപ്പോൾ പല സ്ഥലങ്ങളിലും കേരളത്തിൽ നമ്മൾ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമാണ് ജനറലി പറയുമ്പോൾ അതിന് നഗരപഞ്ചായത്തും അതുപോലെ മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറഞ്ഞിട്ടാണ് 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് 73ഉം 74ഉം അമെൻമെൻറ്റിലുള്ള വ്യത്യാസം. 2 ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്ന് ഗ്രാമത്തിലാണ്, ഒന്ന് നഗരത്തിലാണേ ഉള്ളൂ. അപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഇവിടെ പറഞ്ഞു 73ൽ, അവിടെ നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 2ലും പറയുന്നുണ്ട് 5 വർഷം കൂടുമ്പോൾ ധനകാര്യ കമ്മീഷൻ വരണം, 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ നടത്തണം, അതുപോലെ തന്നെ നമ്മുടെ SC/STയുടെ റിസർവേഷനും വനിതാ സംവരണവും ഒക്കെ 2ലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ മേൽനോട്ടത്തിലാണ് ഇലക്ഷൻ നടക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 73, 74 എല്ലാം സെയിം തന്നെയാണ്. ഡിഫറൻസ് ഇവിടെ ഈ 2 തരത്തിലുള്ള അവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ 2ഉം 73 അമെൻമെൻറ്റും 74 അമെൻമെൻറ്റും 2ഉം 1992 തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അമെൻമെൻറ്റിൻ്റെ പേരിൽ വ്യത്യാസം, ഒന്ന് ഗ്രാമത്തിലോ ഒന്ന് നഗരത്തിലോ ഒന്ന് മാത്രമേ ഉള്ളൂ. ആ വ്യത്യാസം ഇവിടെ ക്ലിയർ ആണല്ലോ. അങ്ങനെ പഞ്ചായത്ത് രാജ് വന്നു. പഞ്ചായത്ത് രാജ് നിലവിൽ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണമല്ലോ. അപ്പം കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് സ്ഥാപനങ്ങൾ വേണം, ഫണ്ട് വേണം, ഉദ്യോഗസ്ഥന്മാരൊക്കെ വേണം. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കുറേ കൂടെ അധികാരങ്ങളും ചുമതലകളൊക്കെ കൊടുത്തപ്പോൾ നടപ്പിലാക്കാനായിട്ട് ഫണ്ട് വേണം, ഉദ്യോഗസ്ഥന്മാർ വേണം, സ്ഥാപനങ്ങളൊക്കെ വേണം. ഇതൊക്കെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ജനകീയ ആസൂത്രണം എന്നൊരു സംഭവം, അതൊക്കെ കിട്ടാൻ വേണ്ടി ഫണ്ടും സ്ഥാപനങ്ങളും ഒക്കെ വേണം ഇതൊക്കെ നടപ്പിലാക്കാനായിട്ട് അല്ലേ. അപ്പോൾ ജനകീയ ആസൂത്രണം ഇതൊക്കെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ജനകീയ ആസൂത്രണം വഴിയൊരുക്കി. ഓക്കെ, അപ്പോൾ ഈ ഭരണഘടന, ഈ അമെൻമെൻറ്റുകളുടെ 73ഉം 74ഉം അമെൻമെൻറ്റിൻ്റെ ഫലമായിട്ട് വനിതകൾക്ക് 33% റിസർവേഷൻ കിട്ടി. 33% റിസർവേഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ശ്രദ്ധിച്ച് കേട്ടോളണം. 1992 73 അമെൻമെൻറ്റ് 74 അമെൻമെൻറ്റ് പ്രകാരം 33% റിസർവേഷൻ വനിതകൾക്ക് കൊടുത്തതെങ്കിൽ 2005 ഒരു അമെൻമെൻറ്റിൽ ഭേദഗതി വന്നു. 2005 പഞ്ചായത്ത് രാജ് ഭേദഗതി വന്നു കഴിഞ്ഞപ്പോൾ ആ റിസർവേഷൻ 50% ഉയർത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ സ്ത്രീകൾക്ക് എത്ര റിസർവേഷനുണ്ട്? 50% റിസർവേഷനുണ്ട്. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ സ്ത്രീകൾക്കായിട്ട് 10% മാറ്റിവെക്കാനും പറഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ സ്ത്രീകൾക്ക് എത്ര പെർസെൻറ്റേജ് മാറ്റിവെക്കുന്നതാണ്? 10% അവർക്ക് പെർസെൻറ്റേജ് മാറ്റിവെക്കണം. പദ്ധതി വിഹിതത്തിൽ സ്ത്രീകൾക്കായിട്ട് 10% മാറ്റിവെക്കുന്നത്. എന്ത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം സ്ത്രീകൾക്കുള്ളത് 10%. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതല? എന്തൊക്കെയാണ് പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ അവിടെയാണ് നമുക്കറിയാം നമ്മുടെ ബർത്ത് ഡെത്ത് രജിസ്ട്രേഷൻ അല്ലേ, ജനന മരണം രജിസ്റ്റർ ചെയ്യാറുണ്ട്, സ്ഥിതിവിവര കണക്ക് കൂട്ടാറുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അത് ശേഖരിക്കൽ, സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കൽ. അതുപോലെ ആ പ്രദേശത്തുള്ള പ്രാഥമിക വിദ്യാലയങ്ങളുണ്ടല്ലോ, പ്രൈമറി സ്കൂൾസ്, ആ സ്കൂൾസിൻ്റെയൊക്കെ മേൽനോട്ടവും ചുമതലയും ഈ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്കാണ്. പിന്നെ ആ പ്രദേശത്തുള്ള പരമ്പരാഗതമായ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ഇവരുടെ ചുമതലയാണ്. മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിനൊക്കെ അനുവാദം കൊടുക്കുന്ന പഞ്ചായത്തിൽ നിന്നല്ലേ, കെട്ടിട നിർമ്മാണത്തിനൊക്കെ പെർമിഷൻ വാങ്ങണ്ടേ. അതുപോലെ മാലിന്യ നിർമ്മാർജ്ജനം, പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വരുന്നില്ലേ, മാലിന്യ നിർമ്മാർജ്ജനം. പിന്നെ വളർത്തുനായയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ലൈസൻസ് കൊടുക്കുന്നതൊക്കെ പഞ്ചായത്തിലാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതല എന്തൊക്കെയാണ്? ജനന മരണ രജിസ്ട്രേഷൻ അവിടെയാണ്. പിന്നെയോ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കൽ. പിന്നെ എന്താണ്?
ഒരു പ്രദേശത്ത് പ്രാഥമിക വിദ്യാലയങ്ങളുണ്ടെങ്കിൽ ആ വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. പിന്നെ അവിടുത്തെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് പെർമിഷൻ അനുവാദം കൊടുക്കൽ, പിന്നെ മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായ്ക്ക് ലൈസൻസൊക്കെ ഇവരുടെ ചുമതലയാണ്. ഓക്കെ, ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എവിടുന്ന വരുമാനം കിട്ടുക? ഇവരുടെ വരുമാന സ്രോതസ് എങ്ങനെയാണ് വരുന്നത്? ഇവർക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് ഫണ്ട് കിട്ടും. ഓക്കെ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് എന്ത് കിട്ടും? ഫണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടും പിന്നെ ഗ്രാൻറ്റും, ഫണ്ടും ഗ്രാൻറ്റും, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്നുള്ള ഫണ്ടും ഗ്രാൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു വരുമാന മാർഗ്ഗമാണ്. അതുപോലെ നമ്മൾ അടയ്ക്കുന്ന ചില നികുതികളുണ്ടല്ലോ, ഏതാണ്? കെട്ടിട നികുതി, കെട്ടിട നിർമ്മാണത്തിന് കെട്ടിട നികുതി, അതുപോലെ നമ്മൾ തൊഴിൽ നികുതിയൊക്കെ അടയ്ക്കുന്നതൊക്കെ ആർക്കാണ്? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് കെട്ടിട നികുതി, അതുപോലെ തന്നെ തൊഴിൽ നികുതിയൊക്കെ ഉള്ളത്. പിന്നെ ഈ പെർമിറ്റ്, അതുപോലെ രജിസ്ട്രേഷൻ, ആ വകയിലൊക്കെ നമ്മൾ പൈസ കൊടുക്കണമല്ലോ. പെർമിറ്റ്, രജിസ്ട്രേഷൻ, എന്തെങ്കിലും രജിസ്ട്രേഷനൊക്കെ പോകുമ്പോൾ ആളുകൾ കൊടുക്കുന്ന ധനമൊക്കെ ഇവരുടെ വരുമാന മാർഗ്ഗമാണ്. കെട്ടിട നികുതി, തൊഴിൽ നികുതി, പെർമിറ്റ്, രജിസ്ട്രേഷൻ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഫണ്ടുകൾ, ഗ്രാൻറ്റുകൾ, പിന്നെ മാർക്കറ്റുകൾ, മൈതാനമൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഫീസ് കൊടുക്കുമല്ലോ. ആ പ്രദേശത്തുള്ള മൈതാനം, മാർക്കറ്റൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ ഫീസ്, അതും ഇവർക്കൊരു വരുമാനമാണ്. പിന്നെ പഞ്ചായത്ത് ചുമത്തുന്ന, ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് പഞ്ചായത്ത് ഫൈൻ ഉണ്ടാകും, പിഴ ഈടാക്കുമല്ലോ. പഞ്ചായത്ത് ചുമത്തുന്ന ആ ഒരു ഫൈനിൽ നിന്ന്, പിഴകളിൽ നിന്നുള്ള വരുമാനം ഇവർക്കൊരു വരുമാനമാണ്. പിന്നെ സർക്കാരിൻ്റെ അംഗീകാരത്തോട് കൂടിയിട്ട് വിവിധ തരം വായ്പകൾ, ഗുണഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്ന വിഹിതങ്ങളും നിബന്ധനയോടുകൂടി സ്വീകരിക്കുന്ന സംഭാവന, ചില സംഭാവന സ്വീകരിക്കാറുണ്ട് ചില കണ്ടീഷൻസിന് മേലെ. അതുപോലെ സർക്കാർ അംഗീകാരമുള്ള പലതരത്തിലുള്ള വായ്പകളുണ്ട്. പിന്നെ ഗുണഭോക്താക്കളിൽ നിന്ന് അങ്ങനെ ഈടാക്കുന്ന വിഹിതങ്ങളൊക്കെ സർക്കാരിന് വരുമാനമാണ്. ഓക്കെ, അപ്പം പെർമിറ്റ്, രജിസ്ട്രേഷൻ, പിന്നെ ഫീസ്, പിഴ, കെട്ടിട നികുതി, തൊഴിൽ നികുതി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് ഇവർക്ക് ഫണ്ട് കിട്ടുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. എന്തൊക്കെയാണ് അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവർക്ക് കറക്റ്റായിട്ട് പദ്ധതി വിഹിതം സമയത്തിന് കിട്ടിയില്ലെങ്കിൽ അവർ പെട്ടുപോകും അല്ലേ. അപ്പോൾ പദ്ധതി വിഹിതമൊക്കെ ഇങ്ങനെ കൃത്യസമയത്ത് കിട്ടിയില്ലെങ്കിൽ, പദ്ധതി വിഹിതമൊക്കെ സമയബന്ധിതമായിട്ട് ലഭിക്കാത്ത അവസ്ഥ വന്നാൽ അത് ഇവർക്കൊരു വെല്ലുവിളിയാണ്. അതുപോലെ വികേന്ദ്രീകരണം, ഇപ്പോൾ വികേന്ദ്രീകരണം ഉണ്ട്, പക്ഷേ അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാത്തൊരവസ്ഥ വന്നാൽ, അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അധികാരമുണ്ട്, പക്ഷേ ചില സമയത്ത് അവരാണ് മേളിൽ നിന്നാണ് അധികാരം നടത്തുന്ന ആ ഒരു അവസ്ഥ വരത്തില്ലേ. ആ വികേന്ദ്രീകരണം ഇൻകംപ്ലീറ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ, അത് ഇവരുടെ ഒരു ചലഞ്ചാണ്. പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് ഇവരുടെ ഒരു ചലഞ്ചാണ്. അതുപോലെ ഗ്രാമസഭയൊക്കെ കൂടുമ്പോൾ എല്ലാവരും പോകാറുണ്ടോ ഗ്രാമസഭകളിൽ? ഇല്ല, ഗ്രാമസഭകളിലേക്ക് എല്ലാവരും പോയാലല്ലേ അത് വികസനം നന്നായിട്ട് നടക്കും. പക്ഷേ ഗ്രാമസഭയിൽ പലപ്പോഴും കുറഞ്ഞ പങ്കാളിത്തമാണ്. ഗ്രാമസഭകളിൽ കുറഞ്ഞ പങ്കാളിത്തം എന്നുള്ളതും ഇവരുടെ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ചലഞ്ചാണ്. പിന്നെ ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിൽ കുറവ്. ഇപ്പോൾ ഗ്രാമീണ മേഖലയാകുമ്പോൾ പഞ്ചായത്തിൻ്റെ കിട്ടുന്ന തനത് വരുമാനം എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് കുറച്ച് പൈസയൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ തനത് വരുമാനം ഗ്രാമീണ മേഖലകളിൽ എങ്ങനെയായിരിക്കും? കമ്പയർ ടു സിറ്റി ഇവിടെ കുറവായിരിക്കും. പിന്നെ ഭൗതിക സാഹചര്യങ്ങളിലെ അപര്യാപ്തത, ഭൗതിക സാഹചര്യങ്ങൾ, ചില ഫെസിലിറ്റീസൊക്കെ അതിനകത്തൊക്കെ ചില കുറവുകളുണ്ടാകും. അപ്പോൾ ഭൗതിക സാഹചര്യങ്ങളിലെ അപര്യാപ്തത, ഓക്കെ, അതൊക്കെ ഇവരുടെ വെല്ലുവിളിയാണ്, അപര്യാപ്തതയൊക്കെ. അപ്പോൾ ഏതൊക്കെയാണ് ഇവരുടെ തദ്ദേശ സ്വയംഭരണ വെല്ലുവിളികൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈ അധികാര വികേന്ദ്രീകരണം പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഇവരുടെ പദ്ധതി വിഹിതങ്ങളിൽ കുറവ് വരുന്ന ഒരു സിറ്റുവേഷൻ, സമയബന്ധിതമായിട്ട് പദ്ധതി വിഹിതം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, കുറവെന്നല്ല, സമയബന്ധിതമായിട്ട് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ വികേന്ദ്രീകരണം പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഗ്രാമസഭകളിലാണെങ്കിൽ കുറഞ്ഞ പങ്കാളിത്തം കുറയുന്നത്. പിന്നെയോ തനത് വരുമാനം, ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലുണ്ടാകുന്ന കുറവ്, ആൻഡ് ഇവരുടെ ഒരു ഭൗതിക സാഹചര്യങ്ങളിലെ അപര്യാപ്തതയൊക്കെയാണ് ഇവരുടെ വെല്ലുവിളികൾ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി കേരളത്തിൽ എന്നാണ് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്? കേരളത്തിൽ ജനകീയാസൂത്രണം വന്ന വർഷം ഇതിൽ പറയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. 1996 ജനകീയ ആസൂത്രണം കേട്ടോ. കേരളത്തിൽ ജനകീയ ആസൂത്രണം വന്നത് 1996 പഞ്ചായത്ത് രാജ് എന്നാ വന്നത്? ഇന്ത്യയിൽ 1992 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് വന്നെങ്കിൽ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് 1993 വരുന്നത്. ഓക്കെ, 1993 ഏപ്രിൽ 24 ഇന്ത്യയിൽ 1992 അത് പാസ്സാക്കി 1993 കേട്ടോ നിലവിൽ വന്നത്. 1992 പാസ്സാക്കി 1993 നിലവിൽ വന്നു ഇന്ത്യയിൽ. എന്നാൽ കേരളത്തിൽ വന്നതോ തൊട്ടടുത്ത വർഷമായപ്പോൾ 1994 ഇവിടുത്തെ ഏപ്രിൽ സെയിം തന്നെയാണ്. 24 എന്നുള്ളത് 23 3 4 4 കണ്ടോ. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. ഈ 3 മാറ്റി 4 ആക്കിയ 1994 ഏപ്രിൽ, ഈ 4 മാറ്റി 3 ആക്കി ഏപ്രിൽ 23 കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നിട്ടുള്ളത്.
ഇനി ഗ്രാമസഭയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ എടുത്ത് ചോദിച്ചാൽ 243A തന്നെയാണ് പറയേണ്ടത് കേട്ടോ. 243Bയിലൊക്കെ മെൻഷൻ വന്നിട്ടുണ്ടെങ്കിലും ഗ്രാമസഭകളെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിൾ കൃത്യമായിട്ട് 243A ആണ് പറയേണ്ടത്. ഓക്കെ, ആർട്ടിക്കിൾ ക്ലിയർ ആയല്ലോ. ഗ്രാമസഭയുടെ ആർട്ടിക്കിൾ 243A ആണ്. ഒരു കൺഫ്യൂഷൻ ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇനി കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ കൊടുമണ്ണാണ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് എന്ന് പറയുന്നത് കൊടുമണ്ണാണ്. കൊടുമൺ ഏത് ജില്ലയിലാണെന്നറിയോ? കൊടുമൺ പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്തായ കൊടുമൺ പത്തനംതിട്ടയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല ഏതാണെന്നറിയോ? ഇത് പച്ചത്തുരുത്ത് പഞ്ചായത്താണെങ്കിൽ പച്ചത്തുരുത്ത് ജില്ല എന്ന് പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയാണ്. പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടാവില്ലേ? അതെവിടെയാണെന്നറിയോ? അത് തിരുവനന്തപുരത്തുള്ള കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്താണ്. കിളിമാനൂർ. പച്ചത്തുരുത്ത് ഗ്രാമം പത്തനംതിട്ട കൊടുമൺ, ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ തിരുവനന്തപുരം, ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണ് പച്ചത്തുരുത്ത്. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യത്തെ തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്നറിയോ? കേരളത്തിലെ ആദ്യത്തെ തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? അന്തിക്കാട് തൃശ്ശൂരാണ്. അന്തിക്കാട് തൃശ്ശൂരാണ് തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്ത് കേട്ടോ. അന്തിക്കാട് തൃശ്ശൂരാണ് തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്ത്. ഇനി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗര പഞ്ചായത്ത് ഏതാണെന്നറിയോ? കംപ്ലീറ്റ്ലി സോളാർ. സമ്പൂർണ്ണ സൗര പഞ്ചായത്ത് എന്ന് പറയുന്നത് എറണാകുളത്ത് പോത്താനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എറണാകുളത്ത് പോത്താനിക്കാടാണ് സമ്പൂർണ്ണ സൗര പഞ്ചായത്ത്. ഓക്കെ, സോളാർ സമ്പൂർണ്ണ സരിത പഞ്ചായത്ത് എറണാകുളത്ത് പോത്താനിക്കാടാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഫിലമെൻ്റ് രഹിത ഗ്രാമം ഏത്? ഫിലമെൻ്റ് രഹിത ഗ്രാമം എവിടെയെന്നറിയോ? ഫിലമെൻ്റ് രഹിത ഗ്രാമം. ഫിലമെൻ്റിലെ ലായാണ് ആ ഗ്രാമത്തിൻ്റെ രണ്ടാമത്തെ അക്ഷരം. പീലിക്കോട് ഗ്രാമം ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. പീലിക്കോട്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം, പച്ചത്തുരുത്ത് ഗ്രാമം കൊടുമൺ, പച്ചത്തുരുത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് കിളിമാനൂരാണ്. തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് തൃശ്ശൂർ അന്തിക്കാടാണ് തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത്. ഫിലമെൻ്റ് ഫ്രീ എന്ന് പറയുന്നത്, ഫിലമെൻ്റ് ഫ്രീ ഗ്രാമം ഏതാണ്? പീലിക്കോടാണ്. കാസർഗോഡ് പീലിക്കോടാണ് ഫിലമെൻ്റ് ഫ്രീ ഗ്രാമം എന്ന് പറയുന്നത്. അതുപോലെ സോളാർ ആദ്യത്തെ കംപ്ലീറ്റ് സമ്പൂർണ്ണ സൗരോർജ്ജ പഞ്ചായത്ത് എറണാകുളത്ത് പോത്താനിക്കാടാണ്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇങ്ങനെ നിങ്ങൾ ആൻസർ പറഞ്ഞിട്ട് ചോദ്യം അത് നോക്കണം. എന്തായിരുന്നു അന്തിക്കാടിനെ പറ്റി പറഞ്ഞ ചോദ്യം? തൃശ്ശൂർ അവിടെ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്താണ്. കിളിമാനൂരോ? അത് പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ കൊടുമണോ? അത് പച്ചത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത്. മനസ്സിലായില്ലേ? തിരുവനന്തപുരം പച്ചത്തുരുത്ത് ജില്ലാ പഞ്ചായത്ത്. പോത്താനിക്കാട് എന്തായിരുന്നു? സമ്പൂർണ്ണ സോളാർ പഞ്ചായത്താണ് എറണാകുളം ജില്ലയിലെ പോത്താനിക്കാട് എന്ന് പറയുന്നത്. പീലിക്കോടോ? കാസർഗോഡത്ത് ഫിലമെൻ്റ് രഹിത ഗ്രാമമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അപ്പോൾ ഇവിടുന്ന് മെയിൻലി ചോദ്യങ്ങൾ വരുന്ന ഏരിയ നമ്മുടെ അശോക് മേത്ത കമ്മിറ്റി, ബൽവന്ത് മേത്ത കമ്മിറ്റി ഇവരുടെയൊക്കെ റെക്കമെൻഡേഷൻസ്, അതുപോലെ തന്നെ പഞ്ചായത്ത് രാജിൽ സ്ത്രീകളുടെ സംവരണം 33 ഇപ്പോൾ 50 SC സംവരണം ഇവർ റെക്കമെൻഡ് ചെയ്തിരുന്നു, അവർ റെക്കമെൻഡ് ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങൾ. ത്രിതല പഞ്ചായത്ത് സംവിധാനം ബൽവന്ത് റായ് പറഞ്ഞത് ഏതൊക്കെയാണ്, അതുപോലെ അശോക് മേത്ത പറഞ്ഞത് ദ്വിതല സംവിധാനം ഏതൊക്കെയാണ്, നമ്മുടെ നഗരങ്ങളിൽ ഏതൊക്കെയാണ് 2 ഉള്ളത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി. പിന്നെ ഗ്രാമസഭ എന്ന് പറയുന്നത് കോൺസെപ്റ്റ്. ഗ്രാമസഭയുടെ ആർട്ടിക്കിൾ 243A ആണ്. 3 മാസത്തിലൊരിക്കൽ ഗ്രാമസഭ വിളിച്ചു കൂട്ടണം. ആ ഗ്രാമത്തിലെ എല്ലാ രജിസ്റ്റേർഡ് വോട്ടേഴ്സും ഗ്രാമസഭയിലെ മെമ്പേഴ്സാണ്. വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പറാണ്. അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. പിന്നെ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് 73-74 അമെൻമെൻറ്റ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, SC ST സംവരണം, വനിതാ സംവരണം, പിന്നെന്താണ് 73-74 അമെൻമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, ഇലക്ഷൻ നടത്തുന്നത് ആരായിരിക്കണം? സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കണം. 5 വർഷം കൂടുമ്പോൾ ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതൊക്കെ ഈ അമെൻമെൻറ്റ്സിൽ പറഞ്ഞ പ്രകാരം ഇപ്പോൾ നിലവിലുണ്ട് അല്ലേ. പിന്നെ ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. ഓക്കെ, പിന്നെ ആ പ്രധാനപ്പെട്ട കമ്മിറ്റീസിൻ്റെ പേരുകളൊക്കെ പഠിച്ചു വെക്കണം. എന്താണ് ജനകീയ ആസൂത്രണം? കേരളത്തിൽ ജനകീയ ആസൂത്രണം വന്നത് എന്നാണ്? കേരളത്തിൽ ജനകീയ ആസൂത്രണം വന്നത് എന്നായിരുന്നു? 2006 അല്ലേ. പഞ്ചായത്ത് രാജ് അമെൻമെൻറ്റ് ആക്ട് 2005 വന്നായിരുന്നു. അത് പ്രകാരമാണ് 33 സ്ത്രീകൾക്ക് 50% റിസർവേഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇനി അവരെന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടുന്നത്? പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പർപ്പസ്, അവരുടെ ചുമതലകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് ഓടിച്ചൊന്ന് റിവൈസ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ ഒന്നുകൂടെ കേൾക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിക് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി, ക്ലാസ്സിലിരുന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഞാൻ ഒരു 10 ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് തിരിച്ച് ആൻസർ പറയാൻ പറ്റും. അത്ര ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ആയിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏത് ആർട്ടിക്കിൾ? പഞ്ചായത്ത് രാജിൻ്റെ 40ാമത്തെ ആർട്ടിക്കിളാണ് പഞ്ചായത്തിൻ്റെ രൂപീകരണം കേട്ടോ. 40 ആർട്ടിക്കിൾ DPSP.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു 10 ക്വസ്റ്റ്യനെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങളത് പഠിച്ചു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സാണ് നമുക്ക് കൂടുതൽ ക്ലാസ് തരാനുള്ള ഒരു മോട്ടിവേഷൻ പറഞ്ഞത്. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമുക്കിനിയും ഒരുപാട് എക്സാംസൊക്കെ വരാൻ കിടക്കുന്നു. PSC എക്സാം ഗൈഡിൻ്റെ ഓൺലൈൻ കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്തേക്കാൻ കോൺടാക്ട് ചെയ്യുക, ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം.